സ്കൂളിൽ ആകാശമിഠായി സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഇന്ന് രാവിലെ 7:30 മുതൽ 8:30 വരെ 1 മണിക്കൂർ നേരം ഒരു യോഗ സെഷൻ എടുത്തു. കുട്ടികൾക്ക് യോഗ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ചെറിയ ഒരു വിവരണവും അതോടൊപ്പം അവർക്ക് അനുയോജ്യമായ കുറേ യോഗിക് എക്സസൈസും ചെയ്യിക്കാൻ കഴിയും. യോഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് റൈറ്റ് ലിവിങ് എന്നാണ്. ശരിയായ ജീവിത രീതിയെപ്പറ്റിയുള്ള ശാസ്ത്രം, അതാണ് അതിൻ്റെ ഒരു നിർവചനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. യോഗയെപ്പറ്റി നമുക്ക് പറയുമ്പോൾ ധാരാളം ഗുണങ്ങൾ അത് ശീലിക്കുന്നതുകൊണ്ടുണ്ട്. വളരെ എളുപ്പത്തിൽ സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം, അതുപോലെ ശ്വസന വ്യവസ്ഥയ്ക്ക് നല്ല ആരോഗ്യം കിട്ടുന്നു, മാനസിക ആരോഗ്യം കിട്ടുന്നു, അതുപോലെ വിജ്ഞാനം ഇൻ്റലക്റ്റ് ബുദ്ധി വികസിക്കുന്നതിനും അതുവഴി നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും നമ്മൾ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗ. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെയില്ല, അതൊരു പ്യുവർ സയൻസാണ്. യോഗ പലതരത്തിലുണ്ട്. ഓരോ ആളുകൾ അവരവരുടെ ആവശ്യകത അനുസരിച്ചുള്ള യോഗ സ്വീകരിക്കുന്നു. ശരീരത്തിന് മാത്രമല്ല, യോഗ സംഭവിക്കുന്നത് മനസ്സിലാണ്. ശരീരവും മനസ്സും കണക്റ്റഡാണ്. അപ്പോൾ ശരീരത്തിൽ കൂടി നമ്മൾ ചെയ്യുന്ന ആസനങ്ങളും മറ്റ് അതുപോലെയുള്ള വ്യായാമങ്ങളും ഒക്കെ തന്നെ മനസ്സിനെ സ്വാധീനിക്കുകയും അത് മുഖാന്തരം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. യോഗ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ട് യോഗയുടെ ഒരു ബ്രാഞ്ചായിട്ട് യോഗ തെറാപ്പി എന്ന് പറഞ്ഞൊരു വിഷയം ഡെവലപ്പ് ചെയ്തു. ആ യോഗ തെറാപ്പി ഉദ്ദേശിക്കുന്നത് യോഗയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ നമ്മുടെ ജീവിതശൈലിയിലുള്ള തെറ്റായ ജീവിതശൈലികളിലുണ്ടാകുന്ന പല രോഗങ്ങളെയും കുറച്ചു കൊണ്ടുവരുന്നതിനും അതിനൊരു ആശ്വാസം നൽകുന്നതിനും ആ രോഗങ്ങളുമായി കഴിയുന്നവർക്ക് തന്നെ ആ രോഗങ്ങളുണ്ടെങ്കിലും ഒരു ക്വാളിറ്റി ലൈഫ് നിലനിർത്തി സഹായിക്കുക. കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പലരും ഏകാന്തരാണ്. അവർ പണ്ടത്തെ പോലെ കൂട്ടുകാരില്ല, അതിനുള്ള അവസരങ്ങളില്ല. പിന്നെ സ്കൂളിൽ പോകുന്ന സമയം മാത്രമാണ് അവർക്ക് മറ്റു കുട്ടികളെ കിട്ടുന്നത്. കളിക്കാൻ അവസരം കിട്ടുന്നത്, സ്ഥലസൗകര്യമില്ല, കൂട്ടുകാരില്ല, അതില്ല. അങ്ങനെ ഒരു സെഡൻറ്ററി ലൈഫാണ് അവർ നയിച്ചത്. പലപ്പോഴും പല വീടുകളിലും 1 കുഞ്ഞ് 2 കുഞ്ഞ്, അച്ഛനും അമ്മയൊക്കെ വളരെ തിരക്കായിരിക്കും. ഈ കുട്ടികൾക്ക് അവരെ കാര്യങ്ങൾ നേരായി ശ്രദ്ധിക്കാൻ പലപ്പോഴും അവർ കഴിയാതെ ഇവരൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ വളർന്നു വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ ആഹാരവും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന പലതരത്തിലുള്ള ആഹാരം, പല ഹാർമോൺ ഇൻജക്റ്റ് ചെയ്തിട്ടുള്ള ആഹാരം, ഇതെല്ലാം കഴിച്ച് അവരുടെ ശാരീരിക മാനസികമായ അവസ്ഥയ്ക്ക് വളരെ ദോഷം ചെയ്യുന്നതായിട്ട് നമുക്കുണ്ടാകും. അതാണ് 10-16 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവർ പൊണ്ണപ്പരി വരികയും പിന്നെ PCOD ആവുക, അങ്ങനെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടന്നു. അപ്പോൾ യോഗ കുട്ടികൾക്ക് ചെറുതിലെ തന്നെ നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നമുക്ക് ഒഴിവാക്കാം. നല്ല ഒരു സമൂഹത്തിൽ ആരോഗ്യമുള്ള, ശാരീരികാരോഗ്യമുള്ള, മാനസികാരോഗ്യമുള്ള, നല്ല മൂല്യമുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നതിന് യോഗ വളരെ നല്ലതെന്നാണ് എൻ്റെ